സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ്. മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ വേടനുമായിട്ടുള്ള ഒരു അഭിമുഖം. അതിൽ വേടൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഒരൊറ്റ കാരണം, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നല്ലൊരു ആങ്കറിനെയും ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു അഭിമുഖവും കാണുന്നത്. അത് ഏതൊരു വ്യക്തിയുമായിട്ട് വെച്ചിട്ട് സംസാരിക്കുന്നതാണെങ്കിലും, അത് ഈവൻ വേടൻ മാത്രമല്ല വേറെ ആരെങ്കിലും വെച്ചിട്ടാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും, ഇത്രയും അധികം ആളുകൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയായിരിക്കും. ആ ആങ്കറിനെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു. അത് അയാളുടെ സൗന്ദര്യം കൊണ്ടോ അയാളുടെ ശബ്ദത്തിലുള്ള ഗാംഭീര്യത കൊണ്ടോ ഒന്നുമല്ല, അയാളുടെ അയാളുടെ ആ സമീപനം കൊണ്ടാണ്, കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുകൾ കൊണ്ടാണ്. തൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അയാളുടെ അടുത്ത് വേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്നും ആ വ്യക്തിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും ആ വ്യക്തിക്ക് എന്തൊക്കെ ബഹുമാനങ്ങളാണ് നൽകേണ്ടതെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന, ജാതി മതം എന്ന് പറയുന്ന സാധനങ്ങൾ ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ആ ഇന്റർവ്യൂ എടുക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാനും ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടു. ആ വീഡിയോയിൽ മുഴുനീളെ വേടൻ്റെ അടുത്ത് ഇതുവരെ ആരും ചോദിക്കാത്തതായിട്ടുള്ള, പലരും ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള പല ചോദ്യങ്ങളാണ് ആ ഒരു കാര്യത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ വരുമ്പോഴും വേടൻ അതിന് കൊടുക്കുന്ന മറുപടികളും അത് എത്രയോ പക്വതയോടുകൂടിയാണ്. എനിക്ക് തോന്നുന്നു വേടൻ സ്കൂൾ തലങ്ങളിൽ അധികം പോയിട്ടുള്ളൊരു വ്യക്തിയല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെ ആ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള അറിവോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടതായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ഞാൻ ആ ഒരു വീഡിയോ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യാം. ആ വീഡിയോയിൽ വേടൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും വേടൻ അതിന് കൊടുക്കുന്ന രസകരമായിട്ടുള്ള മറുപടികളും, രസകരം മാത്രമല്ല വേടൻ അതിന് കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെയാണ് ആ ഒരു വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമൊന്നും നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, വേടൻ എന്ന പേര് തന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡാണ്. വേടൻ നിൽക്കുന്നിടം ഒരാൾക്കൂട്ടമായി മാറാൻ ഇപ്പോൾ നിമിഷങ്ങൾ മതി. വേടൻ്റെ ഒരു സോങ് അത് മില്യൺ കാഴ്ചക്കാരിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രം മതി. അപ്പോൾ സമീപകാലത്ത് മറ്റൊരു കലാകാരനും കിട്ടാത്ത അത്രയും വലിയൊരു ഫെയിം അത് വേടന് കിട്ടുമ്പോൾ പേഴ്സണലി എന്താണ് അനുഭവപ്പെടുന്നത്? സന്തോഷമുണ്ട്. നമ്മൾ അത്രയും അടിത്തട്ടിൽ നിന്നാണ് നമ്മുടെ ആർട്ട് വർക്കൊക്കെ ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ആഘോഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതിന്. ഞാൻ സമീപകാലത്തൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഒരു രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനും ജാതീയതയ്ക്കെതിരെ ഇത്രയും ശക്തമായ ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല. അപ്പോൾ വേടനെ വിമർശിക്കുന്നവർ പോലും അല്ലെങ്കിൽ വേടനെ നിഷേധിക്കുന്നവർ പോലും അവർ പൊതുവായി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. വേടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് നൂറ്റാണ്ടുകളായി ഇവിടെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്, അതിനിയും പരിഹാരമായിട്ടില്ല. അപ്പോൾ വേടന് എന്താണ് തോന്നുന്നത്? ഈ വേടൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് കൃത്യമായി വേടൻ്റെ സംഗീതത്തിലൂടെ അത് യഥാർത്ഥ തലത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടോ, എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ? ഞാൻ ഇതുവരെയും ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ്, വേടൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും വ്യക്തിപരമായി ഹിരൺദാസ് മുരളി എന്ന വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന രാഷ്ട്രീയം ഇപ്പോഴും ജാതീയതയ്ക്കെതിരെയൊക്കെ പോരാടേണ്ട വരുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എനിക്ക് ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ വേടൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായാണ് വന്നത്, അല്ലെങ്കിൽ വേടൻ്റെ ആദ്യത്തെ റാപ്പ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന റാപ്പായിരുന്നു. മലയാളം അതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള റാപ്പ് ഇന്നും മലയാളത്തിൽ എഴുതപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ വരികളുള്ള ഒരു സംഗീതം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വേടൻ പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗം അവരവരുടെ ശബ്ദമായിട്ടാണ് വേടനെ കാണുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എപ്പോഴും വേടൻ്റെ കൂടെയുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ വേടൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് വേടൻ അനുഭവപ്പെടുന്നത്? അത് ചില സമയത്ത് ഞാനൊരു അലസനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചില സമയത്ത് അതെനിക്കൊരു അറിയാം ഒരു ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നമ്മളെല്ലാവരും പ്രോപ്പറായിട്ട് രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെടുക്കുന്ന ജോലിയും ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ 6 വർഷത്തോളമായി ജോലി എടുക്കുന്നു അപ്പോൾ സംഗീതത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ഈ 6 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് ഹൈറ്റ്സ് അച്ചീവ് ചെയ്യും, ഒരുപാട് തവണ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് മാനസികമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്കത് സംസാരിക്കേണ്ടത് കടമയും കൂടി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ശ്രമങ്ങൾ വലിയ രീതിയിൽ തന്നെ വിജയിക്കുന്നുണ്ട്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള, അല്ലെങ്കിൽ സമൂഹത്തിനോട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു അടുപ്പമുള്ള ഒരു വ്യക്തിയായിട്ട്, അല്ലെ അങ്ങനെ ഒരു കലാകാരനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പണിയെടുക്കുന്നതെന്നാണ് വേടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേടൻ പറയുമ്പോഴും ആ വേടൻ ആ രീതിയിൽ തന്നെ പണിയെടുത്തുകൊണ്ട് ആ വേടൻ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നുള്ളതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല.
നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമാണ് നമ്മൾ പലപ്പോഴും വേടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിനെ പറ്റിയും ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്. അതിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി വേടൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ടെന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് എനിക്കെതിരെ വരുന്ന ഒളിയമ്പുകളും അല്ലെങ്കിൽ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിനെതിരെ വരുന്ന സംഭവവികാസങ്ങളും എല്ലാമെന്ന് വേടൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ മുഴുനീളെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള വാല്യൂ ഉള്ള നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വേടനെ വിളിച്ചിരുത്തി അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയും ആരും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വിഷയങ്ങൾക്ക് ശേഷമുള്ള വേടൻ്റെ ഇൻ്റർവ്യൂസ്, വേടൻ ഒരു പരിധി വരെ ഇൻ്റർവ്യൂസിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അഭിമുഖം കൊടുക്കുന്നില്ല എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ വേടൻ കുറച്ച് ആക്റ്റീവായിട്ട് ഇൻ്റർവ്യൂസിലും അതേപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇനി കുരു പൊട്ടി ഒലിച്ചിറങ്ങാൻ പോകുന്ന സംഖ്യകളുടെ മെഴുകലും നമുക്കിനി വളരെ അടുത്ത് തന്നെ കാണാമെന്നുള്ളൊരു കാര്യവും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ഇൻ്റർവ്യൂവിൽ എന്താണ് നമുക്ക് പറയുന്നത് കേട്ട് നോക്കാം. നിലയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരനായിരിക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രമങ്ങളൊക്കെ ചെറുതായിട്ട് വിജയിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. വേടൻ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യന് കേരള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ വേടന് അവാർഡ് നൽകിയതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അനവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഒരു കലാസൃഷ്ടിയുടെ മെറിറ്റാണ് അവാർഡിന് നിർണ്ണയിക്കപ്പെടുന്നത്, വ്യക്തി ജീവിതമല്ല, കലാകാരൻ്റെ വ്യക്തി ജീവിതമല്ല. അങ്ങനെ വ്യക്തിപരമായ പൂർണ്ണതയാണ് അവാർഡിനെ നിർണ്ണയിക്കുന്നതെങ്കിൽ പലർക്കും അത് കൊടുക്കാനും സാധിക്കില്ല. പക്ഷേ വേടൻ മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ നിഷേധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വേടൻ എന്താണ് അത്തരം സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ വിമർശനങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. ഇന്ത്യയിൽ ആരും വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വിമർശനങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ഈ പഴയകാല വലിയ വലിയ കവി ജാമ്പവന്മാരായിട്ട് എന്നെ മെഷർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇവർക്കൊക്കെ കിട്ടേണ്ടായിരുന്നത് വേടനാണ് കൊടുത്തത്, അതാണ് എന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്കുള്ളത്. കാരണം സംഗീതവും സിനിമയും ഒക്കെ മാറിയിരിക്കുന്നു ഒരുപാട് കാലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കരുതുന്നുള്ളൂ. പിന്നെ വേടൻ അവാർഡ് കിട്ടിയത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും വേടൻ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേടനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ട് എൻ്റെ കലയ്ക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്നെപ്പോലുള്ള ഇൻഡിപെൻഡൻറ്റ് കലാകാരന്മാർ കണ്ടില്ലേ വേടൻ പറയുന്നത്, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേടനെ ആവശ്യമുണ്ടെന്ന് വേടൻ കരുതുന്നില്ല. ഇനി വേടന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേടനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ, അങ്ങനെയുള്ളവന് വേറൊരാളുടെയും ആവശ്യമില്ല എന്ന് നമുക്ക് പല സിനിമയിലും ഡയലോഗുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് വേടൻ. അങ്ങനെയുള്ളൊരു വേടന് എന്തിനാണ് ഈ മറ്റുള്ള ആളുകളുടെ ഒരു സഹായം, അല്ലെ മറ്റുള്ള ആളുകളുടെയൊക്കെ ഒരു ഈ പറയുന്ന ഒരു കരുതൽ, എന്തിനാണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വേടനെ ചേർത്ത് പിടിച്ചത് എന്തുകൊണ്ടാണ്? വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിന്നോക്ക സമുദായത്തിൽ പെട്ടവനാണെന്നുള്ളത് ആ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെയും അവരെ അങ്ങ് അടിച്ചമർത്താമെന്നുള്ള ചില ആളുകളുടെ രാഷ്ട്രീയ ഉദ്ദേശം, ആ രാഷ്ട്രീയ ഉദ്ദേശത്തിനെ എതിർക്കുകയാണ് നമ്മളുടെ ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ ചെയ്തത്. എന്നാൽ അതിനെ മറ്റുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് പല ആളുകളും വ്യാഖ്യാനിക്കാൻ വരുന്നത് വേടൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചായ്വുള്ള ഒരാളാണ്, ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം ഇഴകലർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടചേർന്ന് നിൽക്കുന്ന ഒരാളാണ് വേടനെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കാൻ നോക്കുന്നത്. വേടൻ പറയുന്നുണ്ട്, വേടനെ വെച്ചുകൊണ്ട് വയലാറിനെയും അതേപോലെ തന്നെ കുമാരനാശാനെയും അങ്ങനെയുള്ള പഴയ കവികളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഞാൻ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളും വരച്ച് കാണിക്കുന്ന എൻ്റെ കലാരൂപമായിട്ടുള്ള റാപ്പിൽ കൂടി വരുമ്പോൾ അതിനെ ജാമ്പവാന്മാരുടെ കാലത്തുള്ള ഒരു കലയുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ട് എനിക്ക് എന്തിനാണ് അവാർഡ് നൽകി എന്നുള്ളൊരു ചോദ്യമായിട്ട് വരുമ്പോൾ അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് വേടൻ പറയുന്നത്. നിലപാടിലും നിലവാരത്തിലും വ്യക്തിത്വത്തിലുമെല്ലാം ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിച്ചൊരു മനുഷ്യൻ തന്നെയാണ് വേടൻ. അത് കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോഴാണെങ്കിലും മീറ്റു ആരോപണ കേസിൽ വന്നപ്പോഴാണെങ്കിലും പെണ്ണു വിഷയങ്ങളിൽ ഇപ്പോൾ കുറെ യുവ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ വന്നപ്പോഴാണെങ്കിലും ഇനിയും ആ തട്ട് താട് തന്നെ ഇരിക്കും. ഇനി എത്ര നീയൊക്കെ തുലാഭാരം ഇട്ട് നേർച്ചയ്ക്ക് വെക്കാൻ നോക്കിയാലും ആ തട്ട് മാരാതിരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ അവിടെ വേടനെന്നാക്കുകയാണ്. കാരണം അതാണ് അവിടെ അനുയോജ്യമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേടനിരിക്കുന്ന തട്ട് എത്രയൊക്കെ ത്രാസിൽ തുലാഭാരമായി ഇട്ടുകൊണ്ട് അളക്കാൻ നോക്കിയാലും അത് താണ് തന്നെ ഇരിക്കും മക്കളെ. അത് എത്ര സംഖ്യകളുടെ എത്ര ചാക്കിലുള്ള ചാണകങ്ങൾ കൊണ്ടുവന്ന് വാരി ഇട്ടെന്ന് പറഞ്ഞാലും ഒരു ശകലം പോലും അനക്കം വരാൻ പോകുന്നില്ല. ബാക്കി കേട്ടോ. അവർക്ക് കൂടുതൽ എഴുതാനും ഒക്കെയുള്ള ഒരു ബൂസ്റ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംസ്ഥാന അവാർഡ്. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. വേടനെ പോലുള്ളവർ പാടി ഉണ്ടാക്കുന്നതാണ് ജാതി. കേരളത്തിൽ ജാതി ഇല്ലാത്തൊരു സംഗതിയാണ് എന്ന് പറയുമ്പോൾ അത്തരം വാദങ്ങളോട് വേടൻ എന്താണ് തോന്നാറുള്ളത്? ഞാൻ അവരെ വിഡ്ഢികളായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കേരളം ഇന്ത്യക്കകത്താണല്ലോ. അപ്പോൾ പിന്നെ കേരളത്തിൽ ഒരു സഫിസ്റ്റിക്കേറ്റഡ് ഫോം ഓഫ് ജാതിയാണ് നിലനിൽക്കുന്നത്. ജാതിയെക്കുറിച്ചുള്ള അവയർനെസ് ഒന്നും പറഞ്ഞു തരാനായിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ ജാതി പറഞ്ഞു തരാൻ നമുക്ക് ഈ സൊസൈറ്റി മുഴുവൻ. ജാതി കേരളത്തിൽ ഇന്നത്തെ കാലത്തില്ല. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജാതിയില്ല, മതമില്ല, നിറമില്ല, വർണ്ണമില്ല എന്ന് പറയുന്ന ആളുകളെ വേടൻ കാണുന്നത് വെറും വിഡ്ഢികളായിട്ടാണ്.
വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് ജാതിയില്ല, എൻ്റെ കണ്ണിൽ കാണുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന കുറേ അന്തം മണ്ടന്മാരുണ്ട്, അന്തം സംഖികളുണ്ട്. അന്തം കമ്പികൾ എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ഞാനിവിടെ അന്തം സംഖികൾ എന്ന് പറയുകയാണ്. അതായത് ഇവിടെ ജാതി ഇല്ല, എന്നാൽ തൊട്ട് അടുത്തിരിക്കുന്ന ആൾ വരെ ജാതി പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ, തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ, കേരള സർവകലാശാലയിൽ ആ സർവകലാശാലയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരു BJP നേതാവ് പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരു ടീച്ചർ, അതായത് ജാതി അധിക്ഷേപം നടത്തിയൊരു ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ടീച്ചറിന്റെ വീട്ടിൽ ചോറ് വിളമ്പി കൊടുക്കുന്നത് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള എത്ര പേർക്ക് അറിയാമെന്ന്. അപ്പൊ ഈ SFIയിലുള്ള ആൺകുട്ടികൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ വൃത്തികെട്ട സംസാരം, ജാതി സംസാരിച്ച് നിന്റെ കാലെ വരി ഭിത്തിയിലടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജാതി പറയുന്ന, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തലസ്ഥാന നഗരിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയെത്ര സംഭവങ്ങളാണ് ജാതിയുടെ പേരിൽ, എത്രയെത്ര ദുരഭിമാന കൊലകളാണ്. ആ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിലെ വെള്ളം കൊടുക്കാൻ തുടങ്ങുകയും ചെയ്ത ഒരു കള്ള ആരോപണത്തിന്റെ പേരിൽ അവരെ പിടിച്ച് അറസ്റ്റിലാക്കാൻ നോക്കി, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരികയും, അതും എന്തിന്റെ പേരിലാണ്? ജാതിയുടെ പേരിൽ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ കേരളത്തിൽ ജാതിയില്ല, മതമില്ല, നിറമില്ല, വർണ്ണമില്ല. ഇതൊക്കെ ഉണ്ടായത് എപ്പോഴാണ്? വേടൻ വന്നതിന് ശേഷമാണ് എന്നുള്ളൊരു തീരുമാനത്തിന്, അല്ലെങ്കിൽ എന്നുള്ളൊരു അഭിപ്രായത്തിന് വേടൻ പറയുന്നത് അവരൊക്കെ വെറും വിഡ്ഢികളാണ് എന്നുള്ളതാണ്. ബാക്കിയൊന്ന് കണ്ടു നോക്കാം നമുക്ക്. കേരളം പൂർണ്ണ വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൂ, കേരളം ഒരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ ഒരു അടഞ്ഞ സമൂഹമാണ്, ഇന്ത്യക്കകത്തുള്ള കേരളം അതിലും അടഞ്ഞ സമൂഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ ജാതി നിലനിൽക്കുന്നത് വളരെ മൃദുവായിട്ടുള്ള ഒരു ഫോമിലാണ് അത് നിലനിൽക്കുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, പക്ഷെ ഒരിക്കലും അതിനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാധനം. ഇനി കേരളത്തിൽ ജാതിയില്ല, വേടൻകാരനാണ് കേരളത്തിൽ ജാതി വന്നതെന്നൊക്കെ പറയുന്നത് വിഡ്ഢികളായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഊട്ടമൂലമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. ഈ ജാതിയെ ഒഴിപ്പിക്കാതെ യുണൈറ്റി, ഈക്വാലിറ്റി എന്ന് പറയുന്ന പരിപാടി ഇന്ത്യക്കകത്ത് നടക്കില്ല. അത് ഏതു വൈദേശിക ആശയങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ജാതി പേരിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അതിനുള്ള വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇന്ത്യയുടെ രൂഢമൂലമായിട്ടുള്ള തിന്മ എന്ന് പറയുന്നത് ജാതി തന്നെയാണ്. അതിനെ എതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള എല്ലാ പൗരൻ്റെയും കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിസ്റ്റം ഭയങ്കര ഇൻഇക്വാലിറ്റിയാണ് ആ സിസ്റ്റം. അപ്പോൾ ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയും കൂടിയാണ്. നേരത്തെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഒരു മോശം ആർട്ടിസ്റ്റാണ്, അയാൾ ഭയങ്കര സെൽഫിഷാണ് എന്നാണ്, കാശുണ്ടാക്കാൻ വേണ്ടി ആർട്ട് ചെയ്യുന്ന ആളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. ഇതെൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ആർട്ടിസ്റ്റ് മോശം ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേടൻ ഒരിക്കൽ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുത്തിട്ടും വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ രൂക്ഷമായൊരു വിഭവാധികാര പ്രശ്നത്തെ കൂടിയാണ് വേടൻ അഡ്രസ്സ് ചെയ്തത്. വേടൻ ഇന്ന് ഒരുപക്ഷെ പണം ഉണ്ടായിരിക്കാം, വേടൻ ഇന്ന് ഭൂമി വാങ്ങാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ വീട് വെക്കാൻ സാധിച്ചേക്കാം. പക്ഷേ വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയാതിരുന്ന ആ ഒരു സിസ്റ്റം അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് വേടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എങ്ങനെ തോന്നുന്നത് ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ? കേരളത്തിൽ ദളിത് ആദിവാസി ജനങ്ങളുടെ മാറ്ററിനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗണ്ടർ വയ്ക്കാൻ വേണ്ടി എടുത്തിടുന്ന ഒരു വാക്കാണ് കേരളത്തിലാണ് ഭൂപരിഷ്കരണ നിയമമൊക്കെ നടന്ന്, മനസ്സിലായോ? അത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അത് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ഭൂപരിഷ്കരണ നിയമം ആർക്കാണ് ഉപകാരപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി വെറുതെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇവിടെയുള്ള പട്ടികജാതിക്കാരെ കളിയാക്കുന്ന ഒരു പരിപാടിയില്ലേ, അതേ സെയിം മെത്തേഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വേടൻ്റെ കയ്യിൽ കാശുണ്ട്, വേടൻ കാർ വാങ്ങാനും വീട് വാങ്ങാനൊക്കെ വേടനെ പറ്റുന്നുണ്ട്. പക്ഷേ വേടൻ പട്ടികജാതിക്കാരനെ അല്ലാതെ ആയി മാറുന്നില്ല ഒരിക്കലും. അതിനെ ഒരുപാട് കാലങ്ങൾ ജാതി ഇല്ലാതാവാൻ, ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് എൻ്റെ ഒരു കളക്ടർ സുഹൃത്ത്, പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കളക്ടർ സുഹൃത്താണ്. എൻ്റെ ഒരു കളക്ടർ സുഹൃത്ത്, പുള്ളിക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി നടക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് എന്നാണ്. അത് ഭയങ്കര ഓപ്പണാണ് ആ സാധനം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരമ്മ, പട്ടികജാതിക്കാരായിട്ടുള്ള ഒരമ്മ റിട്ടയർഡായി പുറത്ത് പോയപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം ശുദ്ധകലശം ചെയ്തിട്ടുള്ള ഇത് ഈ അടുത്താണ്, 2 മാസം മുന്നാണ് അത് നടന്നത്. അപ്പോൾ ഇവിടെ ഒരു പട്ടികജാതിക്കാരൻ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര കാശുണ്ടാക്കിയാലും അവൻ ഏറ്റവും അവസാനം പട്ടികജാതിക്കാരൻ തന്നെയാണ് ആവുന്നത്. അവൻ അതിൽ നിന്നൊരു മോക്ഷമില്ലാത്തൊരവസ്ഥയാണ്. അത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ പൂർണ്ണമായി തുടർന്ന് നിൽക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ അത് തെറ്റിയാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല, മേ ബി പല നൂറ്റാണ്ടുകൾ എടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇതിപ്പോൾ വേടൻ ഒറ്റയ്ക്ക് ഒരാൾ പാട്ട് പാടിയതുകൊണ്ടോ ഇനി ഒരു 10 അംബേദ്കർ വന്നുകൊണ്ടോ തീരുന്ന ഒരു കാര്യമല്ല അത്. കണ്ടില്ലേ, ഈ ഒരു ഇന്റർവ്യൂ മുഴുനീളെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള ഉത്തരങ്ങളും തന്നെയാണ്.
അതിൽ അളന്ന് തിട്ടപ്പെടുത്തിയ രീതിയിലുള്ള മറുപടികളാണ് വേടൻ കൊടുക്കുന്നത്. അതിനൊത്ത ചോദ്യങ്ങളാണ് ഈ പറയുന്ന അവതാരകൻ ചോദിക്കുന്നത്. ആ അവതാരകന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഇങ്ങനെയായിരിക്കണം തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നവൻ, അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ പണമോ ഒന്നും നോക്കിയായിരിക്കരുത് അവനെ വിലയിരുത്തേണ്ടത്, അവൻ്റെ കഴിവിനെ ആയിരിക്കണം പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇതൊക്കെയാണ് സംഘികൾ കണ്ടുപഠിക്കേണ്ടത്. അതായത് സംഘികളെ നിങ്ങളും കണ്ടുപഠിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യം തന്നെയാണ്. എന്താണ്? നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരാളുടെ ജാതി വെച്ചിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത്, അവരുടെ മതം വെച്ചിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത്, അവരുടെ നിറം വെച്ചിട്ടല്ല അവരെ വിലയിരുത്തേണ്ടത്, പിന്നെ എന്ത് വെച്ചിട്ടാണ്? അവരുടെ സ്വഭാവം വെച്ചിട്ടാണ്, അല്ലെ അവരുടെ കഴിവ് വെച്ചിട്ടാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. എന്നാൽ നിങ്ങളിവിടെ ചെയ്യുന്നത് എന്താണ്? ഒരാളുടെ ജാതി എടുത്തിട്ടുകൊണ്ട് അയാളെ മോശമായിട്ടുള്ള തലങ്ങളിലേക്ക് ചിത്രീകരിക്കും. വേടൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു കുറെ കാശുണ്ടാക്കി, എനിക്ക് ഒരു കാറ് വാങ്ങി, ഞാൻ വലിയ TV വാങ്ങി, വലിയ വീട് വെച്ചു, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പട്ടികജാതിക്കാരനല്ലേ ഞാൻ. ആ പട്ടികജാതി എന്നുള്ളൊരു പേര്, ആ ഒരു ലേബൽ എൻ്റെ ഉള്ളിൽ നിന്ന് മാറും ഇല്ല. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്നോ അല്ല പെട്ടെന്ന് മാറുമെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ സമയമെടുത്താണെങ്കിലും മാറും. അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടി തന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്ന ഈ ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് തള്ളിക്കളയാൻ സാധിക്കുക, അല്ല നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ സാധിക്കുക? ഇന്ന് നമ്മൾ അനുഭവിക്കാത്ത, നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ചില ചെറ്റത്തരങ്ങൾ, അത് സംഘികളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ മറ്റാരുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ഉണ്ടാവാൻ പോകുന്ന ചെറ്റത്തരങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വേടൻ ഈ പറയുന്നൊരു കലാരൂപവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നതും ആ ഒരു കലയുമായിട്ട് തന്നെ മുന്നിലേക്ക് പോകുന്നതും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരാൾ, പല ആളുകളും വേടനെ ഒരു നവോത്ഥാന നായകനായിട്ടോ അല്ലെ എൻ്റെ ശബ്ദമായിട്ടോ എല്ലാവരും കാണുന്നുണ്ട്. പലതൊന്നല്ല, എല്ലാ ആളുകളും അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി വ്യക്തവുമായിട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന, അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് വേടൻ. ഇതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗം അത് റാപ്പാണെന്ന് മാത്രം. ആ റാപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്വീകാര്യത കിട്ടുക. അല്ല ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്ര സ്വീകാര്യത കിട്ടും? അല്ല ഒരു കവിതയായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ സ്വീകാര്യത കിട്ടും? അതുമല്ല, അയാൾ ഈ പറയുന്നത് നമ്മുടെ ഈ സിറ്റികളിലൊക്കെ വന്നിട്ട് നാടകം അവതരിപ്പിക്കുകയാണ്. കാക്കാരിച്ച് നാടകം അല്ല അതുപോലെയുള്ള മറ്റ് അനുബന്ധ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്നു, ഇതിനെതിരെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം, നമ്മൾ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം നടത്തിയാൽ എത്ര പേര് കാണും? ഇനി അതല്ല, റെഡ് FM പോയിട്ട് അയാൾ പറയുകയാണെങ്കിൽ എത്ര പേര് കാണും? അത് കാണുന്നത് ചുരുക്കം ചില ആളുകളായിരിക്കും. എന്നാൽ അയാൾ ഒരു റാപ്പായിട്ട് അത് പാടിക്കൊണ്ട് സമൂഹത്തിൽ മുഴുവൻ നടക്കുമ്പോൾ എത്ര പേര് കാണും? ഈ ലോകത്തുള്ള എല്ലാ ആളുകളും കാണും, എല്ലാ ആളുകളും ചർച്ച ചെയ്യും. ആ ഒരു കാര്യം സക്സസ് ആകുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം വേടൻ ചിന്തിച്ചതുപോലെ തന്നെ വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വേടനെ ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം ഒരുപാട് ആളുകൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പോലും എൻ്റെ മകനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ആ വേടന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നതിലും ആ വേടന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമാണ്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. ഏതൊക്കെ അവന്മാർക്ക് കുരുപൊട്ടലുണ്ടായാലും, ഏതൊക്കെ സംഖ്യകൾ ഇതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നെന്ന് പറഞ്ഞാലും ഈ സംസാരം അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം നമ്മൾ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.